മണ്ഡലത്തിന്റെ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ല, ഒരു വികസനം ഇല്ല, ഒരു വികസനം ഇല്ല. ഇവിടെ എത്രയും കാലം MLA ആയിട്ട് ഒരു വികസനം ഇല്ല. ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടെ പുതിയൊരു താനൂരിന്ന് മാറിയ അബ്ദുറഹ്മാൻ വരണമെന്നാണ് നമ്മളെ ആഗ്രഹം. വികസനം ഇവിടെ ഒരു വികസനം അവരെ പറച്ചില്ലേ ഉള്ളൂ. ഈ മേഖലയ്ക്ക് വികസനം എത്തിയിട്ടില്ല. നമ്മളെ തൊട്ടടുത്തുള്ള 10 കൊല്ലത്തെ മാറ്റം നമുക്ക് പോയാൽ തന്നെ കാണാം. നമ്മളെ ഫിഷറീസ് സ്കൂൾ ആയി കഴിഞ്ഞാൽ, ഹാർബർ ആയി കഴിഞ്ഞാൽ ഇതൊന്നും ഇന്നൊരു വികസനം ചെയ്ത് അവർ സമ്മതിച്ചു തരുന്നില്ല. എന്നാൽ അങ്ങനെ വികസനം ചെയ്യുന്നവർക്ക് അവസരം കൊടുക്കണമെന്ന് നമ്മളൊരു ആഗ്രഹം. അപ്പൊ അബ്ദുറഹ്മാനെ തിരഞ്ഞെടുക്കട്ടെ. മാത്രമല്ല അബ്ദുറഹ്മാൻ വരണം എന്നുള്ളത് താനൂര് ഉള്ള മാറ്റങ്ങൾ കണ്ടില്ലേ, അതുപോലെ നമുക്ക് തിരൂര് മാറ്റങ്ങൾ ഉണ്ടാവണം. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തിരൂരുണ്ടാവണം. അതെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇവിടെ ലീഗരാണല്ലോ ഭരിച്ചത്. പക്ഷെ നമ്മള് ഈ തീരദേശത്തായാലും അപ്പുറത്തായാലും അന്ന് പോയതിനു ശേഷം പിന്നെ ഇങ്ങോട്ട് കുറുക്കോളി വന്നിട്ടൊന്നുമില്ല. നമുക്കായിട്ടുള്ള വികസനം ഇതോ ലൈറ്റ് ആയാലും കാര്യങ്ങളായാലും ഇന്നവരത് ചെയ്തു തന്നിട്ട് അവരെ പഞ്ചായത്ത് ഭരിക്കണതും എല്ലാം ചെയ്യുന്നതും. പക്ഷെ ഇവിടെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. താനൂര് അബ്ദുറഹ്മാൻ മത്സരിച്ച് ജയിച്ചു. അവിടെ അതിനനുസരിച്ചുള്ള വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലത്തെ വികസനം ഇവിടെ കൊണ്ടുവരണം എന്നാണ് നമ്മളുടെ ആഗ്രഹം. നമസ്കാരം. അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ഏപ്രിൽ 9 കേരള നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്നത്. നമ്മളിപ്പോഴുള്ളത് തിരൂർ മണ്ഡലത്തിൽപ്പെട്ട പറവണ്ണ തീരപ്രദേശത്താണ്. ഒരുപാട് ആളുകൾ നമ്മോടൊപ്പം കൂടിയിട്ടുണ്ട്. എന്തായാലും വളരെ നിർണായകമായിട്ട് തന്നെയുള്ള ഒരു തെരഞ്ഞെടുപ്പ്, അതായത് 3ാം തുടർ ഭരണം ലക്ഷ്യമിട്ട് LDF സർക്കാരും അതോടൊപ്പം തന്നെ 10 വർഷത്തെ അധികാര വരൾച്ചയ്ക്ക് ശേഷം ഒരു പുതിയതായിട്ട് അധികാരത്തിലേറാൻ UDF-ഉം കിണഞ്ഞു പരിശ്രമിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ തിരൂർ മണ്ഡലത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. നിലവിലെ മന്ത്രിയും കൂടിയായിട്ടുള്ള വി അബ്ദുറഹ്മാനാണ് താനൂരിൽ നിന്ന് മണ്ഡലം മാറി തിരൂരിൽ മത്സരിക്കാൻ എത്തുന്നത്. എന്തായാലും തിരൂരിന്റെ ഒരു പ്രാദേശിക രംഗത്ത് എങ്ങനെയാണ് അബ്ദുറഹ്മാന്റെ ഒരു സ്വാധീനം, എങ്ങനെയാണ് കുറുക്കോളി മൊയ്തീന്റെ സ്വാധീനം വരുന്നത്, എന്തെല്ലാം വിഷയങ്ങൾ ഈ തിരൂരിന്റെ മണ്ഡലത്തിൽ ചർച്ചയാകുന്നുണ്ട് എന്നെല്ലാം നമുക്കൊന്ന് ചോദിച്ചറിയണം. നമ്മോടൊപ്പം കുറച്ച് ആളുകളുണ്ട്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? തെരഞ്ഞെടുപ്പ് നിലവിലെ ഗവൺമെന്റ് 10 വർഷം പൂർത്തീകരിച്ചതിന് ശേഷമുള്ളൊരു ഇലക്ഷനാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തുടർ ഭരണം നിലവിലുണ്ടായിട്ടുള്ളത്. ആ ഭരണം ഇപ്പോൾ 3ാമതും അധികാരത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് എല്ലാ മേഖലയിലും കണ്ടുവരുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നമ്മുടെ തിരൂർ മണ്ഡലത്തിലും LDF സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് എതിരാളികൾ പറയുന്നത് അദ്ദേഹം നിലവിലുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന്, അതായത് താനൂർ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ഒളിച്ചോടി എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങളുടെ ഇന്റർവ്യൂവിൽ അത് കണ്ടു. പക്ഷെ അദ്ദേഹത്തിന്റെ ഒളിച്ചോട്ടമല്ല, അദ്ദേഹം മണ്ഡലം മാറി മത്സരിക്കുന്നു എന്നാണ്. അതെ അതെ, അത് മാറി മത്സരിക്കുകയാണെങ്കിലും അബ്ദുറഹ്മാൻ ഒറിജിനൽ തിരൂർ സ്വദേശി തന്നെയാണ്. തിരൂർ മുനിസിപ്പാലിറ്റിയിൽ അദ്ദേഹം 1-2 തവണ ജനപ്രതിനിധിയായ വ്യക്തിയും കൂടിയാണ്. താനൂരിൽ അദ്ദേഹം 2 വട്ടവും മത്സരിച്ചത് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട 2 സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ നിലനിന്നതും 5 വർഷം MLA ആയതും പിന്നീട് 5 വർഷം മന്ത്രിയായതും. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പോൾ തിരൂരിലേക്ക് വരാണ്ടായ കാരണം തിരൂരിൽ അത് പാർട്ടിയുടെ തീരുമാനം തന്നെയാണ്. കാരണം കുറെ കാലമായി തിരൂരിൽ, ഇപ്പൊ 20 വർഷത്തോളമായി തിരൂരിൽ നല്ല ഒരു MLA, അത് തിരൂർക്കാരുടെ അഭിലാഷങ്ങളും അവരുടെ സ്വപ്നങ്ങളും പൂർത്തീകരിക്കാനും അത് നടപ്പിലാക്കാനും പറ്റാവുന്ന ഒരു ജനപ്രതിനിധി ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പാർട്ടി അങ്ങനെ തീരുമാനിച്ചിട്ടുള്ളത്. എന്താണ് തിരൂരിന്റെ മണ്ഡലത്തിന്റെ ഒരു ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ആവശ്യങ്ങളായിട്ട് ഇപ്പോൾ പ്രകടന പത്രികയൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്തൊക്കെയാണ് തിരൂരിന്റെ ആവശ്യങ്ങളായിട്ട് നിങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്? തിരൂരിൽ നിലവിൽ നല്ല ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതെല്ലാം പലപ്പോഴായി LDF ഗവൺമെന്റ് വരുമ്പോൾ കൊണ്ടുവന്ന സ്ഥാപനങ്ങളാണ്. ഇപ്പൊ തുഞ്ചൻ കോളേജിന്റെ അവകാശം പഴയ കാലത്ത് അത് ബേബി ജോൺ മുഖ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്തും, അതുപോലെ തന്നെ സഖാവ് നാനാർ 1982 ആണ് തോന്നുന്നു മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് തിരൂർ തുഞ്ചൻ കോളേജ് വരുന്നത്. അത് തീരപ്രദേശത്താണ്. അതുപോലെ തന്നെ ഇപ്പൊ മലയാള സർവകലാശാല, ഇതിന്റെ ഒന്നും പിന്നീടുണ്ടായ ഡെവലപ്മെന്റ് വേണ്ടത്ര ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിന് സ്ഥലം MLA-യും കൂടി പങ്കാളിത്തം ഉണ്ടാക്കേണ്ടത്, അത് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ യുവാക്കളുടെ ചിരകാല സ്വപ്നമാണ് ഒരു സ്റ്റേഡിയം. അത് തിരൂരില്ല, അത് നാമാവിശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തിരൂരുള്ള സ്റ്റേഡിയം എന്ന് പറയുന്നത് തന്നെ ആർക്കും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. കാരണം അതിൻ്റെതായ രൂപത്തിലല്ല, ഒരു 2 തട്ടുകൾ ഉണ്ടാക്കി അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്ന് മാത്രമാണ്. അത് പൂർത്തീകരിക്കും. അതുപോലെ തന്നെയാണ് തിരൂരിൽ ഇപ്പോൾ തിരൂർ മലപ്പുറം ജില്ലയിൽ വളർന്നു വരുന്ന സിറ്റിയാണ് തിരൂര്. തിരൂര് സർക്കാർ സംവിധാനത്തിലുള്ള നല്ല ആരോഗ്യ സ്ഥാപനങ്ങളില്ല, ഹോസ്പിറ്റലില്ല. ഇപ്പോൾ ഉള്ളത് നിലവിലുള്ളത് തിരൂർ താലൂക്ക് ആശുപത്രിയാണ്.
അത് ഉയർത്തിക്കൊണ്ടുവരണം. കാരണം സാധാരണക്കാര ആളുകൾ ഒരു അത്യാഹിതം ഉണ്ടായാൽ ചെറിയൊരു പരിക്ക് പറ്റിയാൽ പോലും ഉടനെ തന്നെ നമ്മൾ പോകുന്നത് മെഡിക്കൽ കോളേജുകളിലേക്കാണ്, അല്ലെങ്കിൽ പെരിന്തൽമണ്ണയിലും നമ്മുടെ കോട്ടയത്തിലുള്ള വലിയ വലിയ മൾട്ടിനാഷണൽ ഹോസ്പിറ്റലിലേക്കാണ്. അത് മാറണം. അവർക്ക് ആവശ്യമായ സംവിധാനവും ആരോഗ്യ സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ആവശ്യമായ ആശുപത്രിയുടെ ഡെവലപ്മെന്റ് ഉണ്ടാവണം. അതാണ് പ്രധാനമായത്. ഓക്കെ, നിങ്ങൾ ഇപ്പോ കുറെ യുവാക്കളുണ്ടല്ലോ ഇവിടെ. അപ്പോ എന്താണ് നിങ്ങൾ ഈ യുവാക്കളുടെ പ്രതിനിധിയായിട്ട് നിങ്ങൾ ഈ മണ്ഡലത്തിന്റെ ഇതുവരെയുള്ള ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? ഈ മണ്ഡലത്തിന്റെ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ല, ഒരു വികസനം ഇല്ല, ഒരു വികസനം ഇല്ല. ഇവിടെ എത്രയും കാലം MLA ആയിട്ട് ഒരു വികസനം ഇല്ല. ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടെ പുതിയൊരു താനൂരിന്ന് മാറിയ അബ്ദുറഹ്മാൻ വരണമെന്നാണ് നമ്മളെ ആഗ്രഹം. എന്താ പറയുന്നത്? ഇതുവരായിട്ട് ഈ കുറുക്കോളി ഇങ്ങോട്ട് വന്നിട്ട് തന്നെ ഇല്ല. വോട്ടെടുപ്പിന്റെ ടൈമിൽ മാത്രം ഇങ്ങോട്ട് വരൂ, അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം വരൂ. ഇതുവരെ ഇവിടെ വന്നിട്ടൊന്നുമില്ല. ഇവിടെ നിങ്ങളിപ്പോ ഈ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം 5 വർഷം കുറുക്കോളി ആയിരുന്നു. ഇതിന്റെ മുമ്പ് സീമമുട്ടി ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു 10, 15, 20 വർഷങ്ങളായിട്ട് ലീഗിന്റെ MLA മാര് മാത്രമാണ് ഭരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം മാത്രമേ തിരൂരിന് ഇടതുപക്ഷത്തിന്റെ ഒരു MLA ഉണ്ടായിട്ടുള്ളൂ. അപ്പോ എങ്ങനെയാണ് ഇപ്പൊ അതിനെ ഈ അതായത് ലീഗിന്റെ പ്രവർത്തനങ്ങള് ലീഗിന്റെ പ്രവർത്തനം എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മളെ ഈ ഭാഗത്തേക്കൊന്നും കാര്യമായിട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. മാത്രമല്ല അബ്ദുറഹ്മാൻ വരണം എന്നുള്ളത് താനൂര് ഉള്ള മാറ്റങ്ങൾ കണ്ടില്ലേ. അതുപോലെ നമുക്ക് തിരൂര് മാറ്റങ്ങൾ ഉണ്ടാവണം. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തിരൂരുണ്ടാവണം. അതെന്നാണ് നമ്മുടെ ആഗ്രഹം. നമുക്കും അബ്ദുറഹ്മാൻ വരണം തന്നെയാണ് നമ്മളൊരു ഇത്. ഭരണം കിട്ടണം, അതൊക്കെ തന്നെ. അപ്പൊ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തെ LDFന്റെ ഭരണം എന്തായിരുന്നു? ഇവിടെ ലീഗരാണല്ലോ ഭരിച്ചത്. പക്ഷെ നമ്മള് ഈ തീരദേശത്തായാലും അപ്പുറത്തായാലും അന്ന് പോയതിനു ശേഷം പിന്നെ ഇങ്ങോട്ട് കുറുക്കോളി വന്നിട്ടൊന്നുമില്ല. നമുക്കായിട്ടുള്ള വികസനമോ ഇതോ ലൈറ്റ് ആയാലും കാര്യങ്ങളായാലും ഇന്നവരത് ചെയ്തു തന്നിട്ട് അവരെ പഞ്ചായത്ത് ഭരിക്കണതും എല്ലാം ചെയ്യുന്നതും. പക്ഷെ ഇവിടെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. താനൂര് അബ്ദുറഹ്മാൻ മത്സരിച്ച് ജയിച്ചു. അവിടെ അതിനനുസരിച്ചുള്ള വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലത്തെ വികസനം ഇവിടെ കൊണ്ടുവരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ ഈ അബ്ദുറഹ്മാൻ താനൂരിൽ നടത്തിയ വികസനങ്ങൾ അതിന്റെ ഒരു പ്രതിഫലനം ഇവിടെ ഉണ്ടാവും. ഇവിടെ ഉണ്ടാകുന്നവർ ആദ്യം ജനങ്ങള് അബ്ദുറഹ്മാനെ തിരഞ്ഞെടുക്കണം. പറഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത് തീരദേശ മേഖല സ്റ്റേഡിയം എല്ലാ ലീഗ് മാർക്സി എന്നില്ല, എല്ലാ കുട്ടികൾക്കും കളിക്കാൻ പറ്റിയ ആധുനിക കാലഘട്ടത്തിൽ പറ്റിയ സ്റ്റേഡിയം നമ്മൾ ഉണ്ണിയാലങ്ങ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ഒരു വികസനം നമ്മളെ ഇവിടെ തിരൂർ മണ്ഡലത്തിൽ കാണിച്ചു തരാൻ പറ്റില്ല, പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ കാണിച്ചു തരാൻ പറ്റില്ല. വികസനം ഇവിടെ ഒരു വികസനം അവരെ പറച്ചിൽ ഉള്ളൂ. ഈ മേഖലയ്ക്ക് വികസനം എത്തിയിട്ടില്ല. നമ്മളെ തൊട്ടടുത്തുള്ള 10 കൊല്ലത്തെ മാറ്റം നമുക്ക് പോയാൽ തന്നെ കാണാം. നമ്മളെ ഫിഷറീസ് സ്കൂൾ ആയി കഴിഞ്ഞാൽ, ഹാർബർ ആയി കഴിഞ്ഞാൽ ഇതൊന്നും ഇന്നൊരു വികസനം ചെയ്താൽ അവർ സമ്മതിച്ചു തരുന്നില്ല. എന്നാൽ അങ്ങനെ വികസനം ചെയ്യണമെങ്കിൽ അവസരം കൊടുക്കണമെന്ന് നമ്മളൊരു ആഗ്രഹം. അപ്പൊ അബ്ദുറഹ്മാനെ തിരഞ്ഞെടുക്കട്ടെ വോട്ടർമാര്. അബ്ദുറഹ്മാനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഇപ്പൊ അബ്ദുറഹ്മാൻ താനൂരിൽ നടത്തിയ വികസനങ്ങൾ ഇവിടുത്തെ തിരൂരത്തെ ആൾക്കാർ കണക്കിലെടുക്കുവോ? അതായത് അവര് അബ്ദുറഹ്മാൻ ഇപ്പൊ അവിടെ അങ്ങനെ ഒരു വികസനം നടത്തിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ വരട്ടെ എന്നുള്ളൊരു രീതിയിൽ ചിന്തിക്കും. നല്ല വോട്ടർമാരെ അത് തിരിച്ചറിഞ്ഞ് ചെയ്യട്ടെ, അതാണ് നമ്മൾ ആഗ്രഹം. ഒരു വട്ടം അബ്ദുറഹ്മാൻക്ക് ഒരു 5 കൊല്ലം ചാൻസ് കൊടുക്ക്. എന്നൊരു വികസനം ഇല്ല കിട്ടോ ഇല്ല നമുക്ക് നോക്കാല്ലേ. നല്ലൊരു വ്യക്തിയല്ലേ ഇപ്പാളി. ഇപ്പൊ താനൂര് 10 കൊല്ലം കൊണ്ട് എന്താ മാറാത്തുള്ളത്? നല്ല മാറ്റങ്ങളാണ് താനൂര്. തിരൂർ മണ്ഡലത്തില് വി അബ്ദുറഹ്മാനാണ് ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്നത്. കുറുക്കോളി മൊയ്തീൻ കഴിഞ്ഞ 5 വർഷമായിട്ട് MLA ആണ്. ഇതിന്റെ മുമ്പൊക്കെ UDF MLA മാരുണ്ട്. അപ്പോൾ എന്താണ് ഇതുവരെയുള്ള തിരൂർ മണ്ഡലത്തിന്റെ ഒരു വികസന പുരോഗതിയെ പറ്റി എന്തെങ്കിലും പറയാം? ഞങ്ങൾ കോസ്റ്റൽ ബെൽറ്റിൽ ജീവിക്കുന്നവരാണ്. കടപ്പുറത്ത് കടൽക്കരയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ കുടിവെള്ളമാണ്. കഴിഞ്ഞ സുവർണ അവസരമാണ് പിണറായി വിജയന്റെ 5 വർഷത്തെ ഭരണം. അതിൽ അദ്ദേഹം ഒരു MLA ആണ് ആ നിയമസഭയിൽ. എല്ലാ വിധത്തിലുള്ള ഫണ്ടും കൊടുത്തിട്ട് പല ഫണ്ടുകളും ഉപയോഗപ്പെടുത്താതെ ലാഭിഷായി പോയി എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെയുള്ള അധിക സ്ത്രീകളും പുളിവെള്ളം കുടിച്ചാണ് ജീവിക്കുന്നത്. അത് നമുക്ക് ഇന്നലെ തുടങ്ങിയതല്ല, കുറെ കാലമായി മാറി മാറി വരുന്ന പഞ്ചായത്തുകളും അങ്ങനെ തന്നെയാണ്. ഇവിടുത്തെ വാർഡ് എത്രയോ വർഷമായിട്ട് ഈ വാർഡ് കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ്. നമ്മൾ അക്കാലം മുതൽ ഇക്കാലം വരെയും പറയുന്നുണ്ട് കുടിവെള്ളത്തിന്റെ പ്രശ്നം. പുളിവെള്ളം അതൊരു വലിയ തീരാത്ത ഒരു മാരണം പോലെ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. സ്ത്രീകൾക്ക് വേണ്ടത് കുടിവെള്ളമാണ്, അതുപോലെ തന്നെ എല്ലാവർക്കും. പിന്നെ അബ്ദുറഹ്മാൻ ഈ മണ്ഡലത്തിലേക്ക് വന്നിട്ടുള്ളത് പഴയകാല MLA സ്വഭാവം കാണിക്കാനല്ല. അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായി താനൂർ നിയോജക മണ്ഡലത്തിലെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിൽ 5 വർഷം MLA യും 5 വർഷം മന്ത്രിയുമായി. ഇരുട്ടില്
തപ്പി നടന്ന ഒരു പ്രദേശമാണ് നിറമരുന്നൂർ ഉണ്ണിയാൽ കടപ്പുറം. നിങ്ങൾക്ക് തന്നെ പോയാൽ കാണാൻ കഴിയും ഉണ്ണിയാൽ കടപ്പുറത്തിന്റെ വികസനം എന്താണ്, അവിടുത്തെ പുരോഗതി എന്ന്. റോഡുകള്, പാലങ്ങള്, അഴികള്, കടൽക്കരകള്, ഭിത്തികള്, ഒരുപാട് മാറ്റങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതേപോലുള്ള പരിവർത്തനപരമായ മാറ്റങ്ങൾ തിരൂർ നിയോജക മണ്ഡലത്തിന്റെ കടപ്പുറത്തും വേണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം അദ്ദേഹം വരാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം മുന്നോട്ട് വെക്കുന്നത് ബീച്ചിനെ സംശുദ്ധമാക്കുക, കടൽക്കരയിൽ നിന്ന് ഉപജീവന മാർഗം നയിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ശുദ്ധമായ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക. ഇത് വണ്ടിയിൽ 4 മണിക്കും 5 മണിക്കും കുറച്ച് വെള്ളം കൊടുന്നുകൊണ്ട് പഞ്ചായത്തിന്റെ വക എന്ന് പറഞ്ഞ് അങ്ങനെ കണ്ണിൽ പൊടിയിടുന്ന രാഷ്ട്രീയം കളിക്കാൻ തയ്യാറാകരുത് എന്ന് ഞങ്ങൾ ആദ്യം തന്നെ സൂചന കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം സത്യസന്ധമായിട്ട് ഞങ്ങൾക്കൊരു മറുപടിയും തന്നിട്ടുണ്ട്. നിങ്ങളുടെ വിഷയം എന്താണോ അത് ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കും, പ്രവർത്തിക്കും. ഇത്രയും നമുക്ക് പറയാനുള്ളൂ. ഏതായാലും അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇവിടുത്തെ തീരദേശവാസികളായ ഞങ്ങൾക്ക് ആർക്കില്ല. കാരണം അദ്ദേഹം വിജയിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ട എല്ലാ പുരോഗമനപരമായ, എല്ലാ വികസനപരമായ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഒരു മാറ്റം ഉണ്ടാക്കാൻ വാളെടുക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. ഇവിടുത്തെ CPM-കാർക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ വാളെടുക്കേണ്ട ഒരു കാര്യമില്ല. വാളെടുക്കാതെ തന്നെ നമ്മൾ മുദ്രാവാക്യത്തിലൂടെയും നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ പ്രവർത്തനത്തിലൂടെയും നമ്മൾ ഈ മണ്ഡലം പിടിച്ചെടുക്കും.